റിപ്പോർട്ടർ ബ്രേക്കിംഗ്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ UDF സ്ഥാനാർത്ഥി രമേശ് പിഷാരടിയെ BJP പ്രവർത്തകർ തടഞ്ഞതിൽ വിശദമായ അന്വേഷണത്തിന് പോലീസ്. രമേശ് പിഷാരടിയുടെ മൊഴി രേഖപ്പെടുത്തും. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ BJP കൗൺസിലർ സിന്ധു രാജൻ ഉൾപ്പെടെയുള്ളവർക്ക് ഉടൻ നോട്ടീസ് നൽകും. ഇക്ബാൽ അറക്കൽ നൽകും വിശദാംശങ്ങൾ. ഗുഡ് മോർണിംഗ് ഇക്ബാൽ. ജനാധിപത്യ വിരുദ്ധമാണ് ഈ സ്ഥാനാർത്ഥിയെ വോട്ടെടുപ്പ് അല്ലെങ്കിൽ വോട്ട് ചോദിച്ചു ചെല്ലുമ്പോൾ തടഞ്ഞത് എന്നുള്ളൊരു ആരോപണമായിരുന്നു പരാതിയിൽ ഉന്നയിച്ചിരുന്നത്. എന്തായാലും ആ രീതിയിൽ തന്നെ അന്വേഷണം കാര്യമായി തന്നെ പുരോഗമിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ശ്രുതിയാര്യ, ഗുഡ് മോർണിംഗ്. ഇന്നലെയാണ് രമേശ് പിഷാരടിയെ തടഞ്ഞ BJP പ്രവർത്തകർക്കെതിരെ പാലക്കാട് ടൗൺ നോർത്ത് പോലീസ് കേസെടുത്ത്. ഈ വിവരം ആദ്യം പുറത്തുവിട്ടത് റിപ്പോർട്ടർ TV ആണ്. ഏതായാലും ആ കേസിൽ പറയുന്നത് രമേശ് പിഷാരടിയെ വോട്ട് ചോദിച്ചു വന്ന സമയത്ത് തടഞ്ഞു നിർത്തുകയും പിന്നീട് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എന്നുള്ളതിനാണ് FIR-ലും പറയുന്നത്. പാലക്കാട് മുനിസിപ്പാലിറ്റിയിലെ 51-ാം വാർഡിലെ കൗൺസിലറായിട്ടുള്ള സിന്ധു രാജൻ ഉൾപ്പെടെ 3 BJP പ്രവർത്തകർക്കെതിരെയാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. ഏതായാലും ഇവർക്കെതിരായിട്ടുള്ള നടപടിയുടെ ഭാഗമായി കൊണ്ടുകൂടിയാണ് ഇവരെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാൻ പോലീസ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള നോട്ടീസ് ഇന്ന് തന്നെ അന്വേഷണ സംഘം നൽകും. ഇതിന്റെ ഭാഗമായി കൊണ്ട് തന്നെ രമേശ് പിഷാരടിയുടെ മൊഴി പോലീസ് ഇന്ന് രേഖപ്പെടുത്തുകയും ചെയ്യും. പാലക്കാട് ടൗൺ നോർത്ത് പോലീസിന്റെ നേതൃത്വത്തിലാണ് രമേശ് പിഷാരടിയുടെ മൊഴി രേഖപ്പെടുത്തുന്നത്. കഴിഞ്ഞ ദിവസമാണ് പാലക്കാട് വടക്കന്തറ മേഖലയിലേക്ക് രമേശ് പിഷാരടിയും കോൺഗ്രസ് പ്രവർത്തകരും വോട്ട് ചോദിക്കാൻ വേണ്ടി എത്തുന്നത്. ഈ സമയത്താണ് സിന്ധു രാജന്റെ നേതൃത്വത്തിൽ BJP പ്രവർത്തകർ രമേശ് പിഷാരടിയെ തടയുകയും വോട്ട് ചോദിക്കാൻ ജനങ്ങളോട് ആളുകളുടെ വീടുകളിലേക്ക് പോകാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് തടയുകയും ചെയ്യുന്നത്. സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾ പിഷാരടി നടത്തിയിട്ടുണ്ട്. അത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തിയ വ്യക്തിയെ വോട്ട് ചോദിക്കാൻ ഒരു വീടുകളിലും കയറാൻ അനുവദിക്കില്ല എന്നുള്ളതായിരുന്നു ഈ സിന്ധു രാജൻ ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത്. പോലീസിന് FIR-ലും അത്തരത്തിലുള്ള പരാമർശങ്ങളുണ്ട്. ഏതായാലും അന്യായമായി തടഞ്ഞു നിർത്തൽ, ഭീഷണിപ്പെടുത്തൽ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ, അതിനോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിക്കുള്ള അവകാശങ്ങൾ ഹനിക്കുന്ന രീതിയിലുള്ള പ്രവൃത്തികൾ ചെയ്തതിനുള്ള വകുപ്പുകളും ഉൾപ്പെടുത്തിയാണ് ഇപ്പോൾ ഇതാ സിന്ധു രാജനെതിരെ പോലീസ് കേസെടുക്കുകയും ചെയ്തിട്ടുള്ളത്. ഇവർക്കെതിരായിട്ടുള്ള നടപടി ഉടൻ തന്നെ ഉണ്ടാകുമെന്നുള്ളതാണ് പോലീസിൽ നിന്ന് മനസ്സിലാകുന്നത്. ഏതായാലും ഇന്ന് തന്നെ രമേശ് പിഷാരടിയുടെ മൊഴി രേഖപ്പെടുത്തും. അതിനുശേഷം തുടർ നടപടി എന്നോളമാണ് ഇവരെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നത്. ഇതിനുശേഷം ഈ 3 പേർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ശരി, എന്തായാലും വിശദമായ അന്വേഷണത്തിനാണ് പോലീസ് ഒരുങ്ങുന്നത്.